പത്തനംതിട്ടയിൽ ഒരാളുടെ ജീവനെടുത്ത കാട്ടാനയെ വെടിവെച്ചു കൊല്ലാൻ ജില്ലാ ഭരണകൂടം ശുപാർശ ചെയ്യും. നാട്ടുകാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. കർഷകർക്കെതിരെ കള്ളക്കേസെടുക്കുന്നുവെന്ന ആരോപണം നേരിടുന്ന ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്കെതിരെ നടപടിയെടുക്കും. ഇതുൾപ്പെടെ 7 ആവശ്യങ്ങൾ അംഗീകരിച്ചെന്ന് ആന്റോ ആന്റണി MP അറിയിച്ചു. ബിജുവിന്റെ കുടുംബാംഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരത്തിന്റെ 10 ലക്ഷം ആദ്യ ഗഡു 10 ലക്ഷം ഇന്ന് തന്നെ ആ നഷ്ടപരിഹാരം വിതരണം ചെയ്യും. അക്രമകാരിയായ വന്യമൃഗം എന്ന നിലയിൽ ഇതിനെ വെടിവെച്ചു കൊല്ലാനുള്ള ശുപാർശ ജില്ലാ ഭരണകൂടം ഇന്ന് തന്നെ അത് മുകളിലേക്ക് അയക്കും. ഇവിടുത്തെ കർഷകർക്ക് നിരന്തരമായി അവരെ കള്ളക്കേസെടുത്ത് ബുദ്ധിമുട്ടിക്കുന്ന ഇവിടുത്തെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെ ഇന്ന് തന്നെ നിർബന്ധിത അവധിയെടുക്കും. ഈ പ്രദേശവാസികളായ വനവും നാടും തിരിച്ചറിയുന്ന ആളുകളെ താൽക്കാലികമായി വരുന്ന 2 മാസക്കാലത്തേക്ക് അവരെ വാച്ചർമാരായി നിയോഗിക്കുന്നതാണ്. സോളാർ ഫെൻസിംഗ് വെക്കുക മാത്രമല്ല, അതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇത്രയും കാര്യങ്ങൾ അക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി, ഏതൊക്കെ 7 ആവശ്യങ്ങളാണ് ഈ ചർച്ചയിൽ അംഗീകരിച്ചത്? എന്തൊക്കെയാണ് ചർച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന വിവരങ്ങൾ? മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു എന്ന് തന്നെയാണ് നമ്മളോട് ആന്റോ ആന്റണി MPയും അതുപോലെ തന്നെ മറ്റ് സമരത്തിന് നേതൃത്വം നൽകിയ വൈദികനടക്കമുള്ളവർ പറഞ്ഞത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ അക്രമകാരിയായിട്ടുള്ള ആനയെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു നിർദ്ദേശം സമരക്കാർ മുന്നോട്ട് വെച്ചു. അത് ഒരു ശുപാർശയായിട്ട് മുകളിലേക്ക് അയക്കാമെന്ന് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അനുമതി നൽകി എന്ന് അതിന് അംഗീകരിച്ചു. ആ ഒരു ആവശ്യത്തെ അംഗീകരിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കുടുംബത്തിന്, മരിച്ചയാളുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ അടിയന്തരമായിട്ട് നൽകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. അത് ഇന്ന് തന്നെ നൽകാനുള്ള ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തും. ഒപ്പം തന്നെ 50 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരമായി കുടുംബത്തിന് നൽകണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ട ശുപാർശകൾ നൽകാനുള്ള ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിലപാടിനെതിരെ വലിയ ജനരോക്ഷം ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഡെപ്യൂട്ടി കൺസർവേറ്ററുടെ ഒരു നിലപാടാണ്. അദ്ദേഹത്തെ സ്ഥലം മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. ഒപ്പം തന്നെ ഈ ഫെൻസിങ്, ഈ വനവും അതുപോലെ തന്നെ ജനവാസ മേഖലയും തമ്മിൽ തിരിക്കുന്ന പ്രദേശങ്ങളിൽ അനുയോജ്യമായിട്ടുള്ള ഫെൻസിങ് സ്ഥാപിക്കുന്നതിന് അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി അംഗീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഈ പ്രദേശം അറിയാവുന്ന ആളുകളെ ഇവിടുത്തെ ജോലികളിൽ, വനം വകുപ്പിന്റെ ജോലികളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു നിലപാടുണ്ടാകും. ഒപ്പം തന്നെ ഇന്ന് മരിച്ച ആളുടെ ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ഉടൻ തന്നെ ഒരു താൽക്കാലിക ജോലി നൽകും. അതോടൊപ്പം തന്നെ അത് സ്ഥിരമായി ജോലി നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കും. അങ്ങനെ 7 കാര്യങ്ങളാണ് ഇന്നത്തെ ഈ സമരക്കാർ മുന്നോട്ട് വെച്ച ആവശ്യം. ആ 7 ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. രാവിലെ 11 മണി മുതൽ സമരം ഈ കണമല ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്നിരുന്നു. വലിയ പ്രക്ഷോഭമാണ് നടന്നത്. കൂടുതൽ ആളുകൾ, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വന്യജീവി ആക്രമണത്താൽ ബുദ്ധിമുട്ടുന്ന നാട്ടുകാരെല്ലാം തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രതിഷേധവുമായി കണമല ഫോറസ്റ്റ് ഓഫീസിലേക്ക് വന്നു. അതിനു മുൻപ് തന്നെ ആന്റോ ആന്റണി MP ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ താൽക്കാലികമായ ഒരു പരിഹാരം ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്നുള്ളൊരു സൂചന. പത്തനംതിട്ട കണമലയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം അവിടെ അവസാനിച്ചിരിക്കുകയാണ്. 7 ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ടോബി ജോൺസണാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.